കോഴിക്കോട് മീശക്കാരനാണ് ഞാൻ. പാട്ടിൻ്റെ അസ്കിത കുറച്ച് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ പാട്ടിങ്ങനെ എഴുതും, ചില പാട്ടൊക്കെ പാടി വെക്കും, പാടണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ എഴുതിയൊരു പാട്ട് കുറച്ച് വരികൾ എഴുതി വെച്ചു. അപ്പോൾ അത് 2 വരി മുന്നിലൊന്ന് പാടി നോക്കുകയാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, അക്ഷരപ്പിഴകളുണ്ടാവും, ശ്രുതി ഉണ്ടാവില്ല, താളം ഉണ്ടാവില്ല, ഈണുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റേതായിട്ടുള്ള സൗണ്ടിൽ, അല്ലെങ്കിൽ ഞാൻ എഴുതിയൊരു പാട്ട് ഞാൻ തന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പാടിയതൊക്കെയാണ്. പല പാട്ടും ഞാനിങ്ങനെ എഴുതിയിട്ടും പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ഇന്നലെ ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതിയതാണ്. ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. ആ വരികളൊക്കെ ഞാൻ പാടുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, എനിക്ക് വേറെ പണിയില്ലെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രോളൊക്കെ ചെയ്യും. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ അതുപോലെ തന്നെ മുന്നേ പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്, എന്നെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2-3 വരികളൊന്ന് പാടി വെക്കുന്ന രീതി. വാടാമല്ലിപ്പൂവേ നീ വാടും നീലാവേ, കാണാമല്ലിപ്പൂവേ നീ കാണും കീനാവേ, നീ എൻ്റെ ചാരയൊന്നു വാ, നീ എൻ്റെ മാറിലൊന്നു ചാ, നീ എൻ്റെ മാറിലൊന്നു ചാ, കണ്ടിട്ടും കാണാതെ പോകല്ലേ നീ, കാണാമറയത്ത് നിൽക്കല്ലേ നീ, കാണാമറയത്ത് നിൽക്കല്ലേ നീ, കാണാമറയത്ത് നിൽക്കല്ലേ നീ. കുട്ടിത്തപ്രായത്തിൽ കണ്ടു നമ്മൾ പുസ്തകത്താലിൽ പീലി വെച്ചു, ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു, ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. വാടാമല്ലിപ്പൂവിന് മാടും നീലാവേ, കാണാമല്ലിപ്പൂവിന് കാണും കീനാവേ, നീ എൻ്റെ ചാരയൊന്നു വാ, നീ എൻ്റെ മാറിലൊന്ന് ചാ. അപ്പോൾ കുറേ വരികളുണ്ട് പാടാൻ, എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. അപ്പോൾ ഓക്കെ.